പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് ഹൃദയഭേദകമായ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന തരത്തിലുള്ള ഒരു കളിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ചെന്നൈയുടെ എല്ലാ പ്രതീക്ഷകളും എന്ന് തന്നെ പറയാം കാറ്റിൽ പറത്തിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിൽ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു CSK ആരാധകൻ എന്ന നിലയിൽ വളരെയധികം വിഷമത്തിലാണ്. സഞ്ജു സാംസണിൻ്റെയും അതുപോലെ തന്നെ ടീമിൻ്റെ മൊത്തത്തിലുള്ള ബാറ്റിംഗ് പെർഫോമൻസിൽ ഒട്ടും തൃപ്തനല്ല. സഞ്ജു നല്ലൊരു തുടക്കം തന്നെ കൊടുത്തെങ്കിലും അത് മുതലാക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. സഞ്ജുവിനറിയാം ടീമിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ സഞ്ജു തന്നെ ഒരു 50 റൺസിന് മുകളിൽ അടിച്ചിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു പോയി. കാരണം സ്കോർ എന്തായാലും ഒരു 200 കടന്നേനെ. ഇത്തവണ രക്ഷിച്ചത് സത്യം പറഞ്ഞാൽ കാർത്തിക് ശർമ്മ നല്ല രീതിയിൽ കളിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന ബ്രേവിസ് ഹെഡ്, ദൂബെ ഇവരൊക്കെയാണ് 180 റൺസെങ്കിലും എടുക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ സഹായിച്ചത്. ഋതുരാജ് ഗെയ്ക്വാദ് ശരിക്കും അദ്ദേഹത്തോട് ഒരു വിമർശനമല്ല, ഒരു സഹതാപമാണ് തോന്നുന്നത്. കാരണം പാവം എന്തോ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പക്ഷെ ആ കോൺഫിഡൻസ് ബാറ്റിങ്ങിലോ മറ്റു പെർഫോമൻസുകളിലോ കാണിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയോ ഇവിടെ വരെ എത്തി എന്ന് പറയാം, പക്ഷേ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം വളരെ മികച്ച ഒരു ക്യാപ്റ്റൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മത്സരമാണ്. എന്നിരുന്നാൽ കൂടിയും ഭാഗ്യം പിന്തുടരുന്നില്ല. ഒരു കണക്കിന് ആലോചിച്ചാൽ ഭാഗ്യം കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്നും പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെയിനായിട്ടുള്ള പ്ലെയേഴ്സിൻ്റെയൊക്കെ ഇഞ്ചുറി CSK ഇടയ്ക്കിടെ തളർത്തിയിരുന്നു. മികച്ച രീതിയിൽ വന്നിരുന്ന ആയുഷ് മാത്രേ ഇഞ്ചുറി കാരണം പോയി. ഏറ്റവും അവസാനമായിട്ട് ജാമി ഓവർട്ടൺ ഇഞ്ചുറി കാരണം പോയി. ഇവരുടെയൊക്കെ അഭാവം ടീമിനെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം മഹേന്ദ്ര സിംഗ് ധോണിക്ക് വേണ്ടി ഈ ഒരു IPL കിരീടം നമുക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ IPL കിരീടം ചൂടി 6ാം തവണ ചാമ്പ്യന്മാരാകണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ടീമിനെ വെച്ചിട്ട് അത്തരത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നല്ലതാണോ എന്നറിയില്ല. നമ്മൾ പറയുന്ന പോലെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ മേടിക്കണോ എന്ന് പറയുന്നത് പോലെ. കാരണം അത്രത്തോളം മികച്ച ടീമും മികച്ച പ്ലേയും കാഴ്ചവെച്ച പഞ്ചാബിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് എല്ലാ കളിയും തോക്കണം, രാജസ്ഥാൻ എല്ലാ കളിയും തോക്കണം. അങ്ങനെ മറ്റുള്ളവർ എല്ലാ കളിയും തോക്കാനും അടുത്ത കളി GT ആയിട്ട് ചെന്നൈ ജയിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുമാതിരി ഗതികെട്ട അവസ്ഥയാണ്. എന്നിരുന്നാൽ കൂടിയും അതല്ലാതെ മറ്റൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നെറ്റ് റൺ റേറ്റിനൊക്കെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. എന്നിരുന്നാൽ കൂടിയും ചെന്നൈ സൂപ്പർ കിങ്സ് കുറച്ചുകൂടി ബെറ്റർ ആവാമായിരുന്നു. ഋതുരാജിൻ്റെ ആ സ്ലോ ആയിട്ടുള്ള കളി ഉറപ്പായിട്ടും വിമർശിക്കപ്പെടും എന്നത് 100% ഉറപ്പാണ്. കാരണം ഋതുരാജ് അത്രത്തോളം ഒരു ടെസ്റ്റ് ഇന്നിങ്സ് ആണ് കളിച്ചത്. ഒരു ബാറ്റ്സ്മാൻ എന്തായാലും നിന്നില്ലെങ്കിൽ അപകടമാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ കളിച്ചതായിരിക്കാം. എന്നാൽ പോലും ആ വിക്കറ്റ് പോയപ്പോൾ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. കാരണം ആ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഋതുരാജ് ഒരു വിധത്തിൽ കളിച്ചിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ പിന്നെയും മറന്നാണ് ആ ഋതുരാജ് ഇങ്ങനെ നിന്നത് ടീമിനെ കരകയറ്റാൻ വേണ്ടിയാണ്. ഇത് കരകയറ്റിയുമില്ല, ഋതുരാജ് ഔട്ടാവുകയും ചെയ്തപ്പോൾ അത് വലിയൊരു അടിയായി. 21 ബോളിൽ 71.4 സ്ട്രൈക്ക് റേറ്റിൽ വെറും 15 റൺസാണ് അടിച്ചത്. വെറും 15 റൺസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെന്നൈ ഇപ്പോൾ കളിച്ച 13 കളികളിൽ 6 വിജയവും 7 തോൽവിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും 6ാം സ്ഥാനത്ത് തന്നെയാണ്. അതെന്തോ ഭാഗ്യം, അല്ലാതെ എന്ത് പറയാനാണ്. ഇപ്പോൾ 6ാം സ്ഥാനത്താവാൻ കാരണം ഈ ഒരു കളിയിലെ തോൽവിയാണ്. രാജസ്ഥാൻ ഈ ഒരു കളിയിൽ CSK തോറ്റതോടെ 5ാം സ്ഥാനത്തെത്തി. അവർക്കിനി ഒരു ജയിച്ച് പഞ്ചാബ് തോറ്റാൽ ഉറപ്പായിട്ടും അവർ ക്വാളിഫയറിൽ കയറും. പക്ഷേ ഇനി എല്ലാ കളികളും ഈ പഞ്ചാബും രാജസ്ഥാനും തോറ്റാൽ മാത്രമേ, അപ്പോഴും GT ആയിട്ട് ജയിക്കണം, അത് വേറെ കാര്യം, എങ്കിലും മാത്രമേ CSKക്ക് ഒരു സാധ്യത സ്വപ്നത്തിലെങ്കിലും ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാച്ചായിരുന്നു. കുറച്ചുകൂടെ റൺസ് വേണമായിരുന്നു എന്ന് തോന്നി. സ്കോർ ബോർഡിൽ 180 കുറഞ്ഞു പോയി. മിനിമം ഒരു 200 റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് കിട്ടിയാനെ. കാരണം ബൗളിംഗ് അത്യാവശ്യം നല്ല രീതിയിലാണ് പവർ പ്ലേക്ക് എറിഞ്ഞത്. മുകേഷ് ചൗധരി ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ, സ്പെൻസർ ജോൺസൺ ഒക്കെ നല്ല രീതിയിൽ ബോൾ എറിഞ്ഞു. മുകേഷ് ചൗധരിക്ക്
ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ അക്കീൽ ഹുസൈൻ വന്നിട്ട് അഭിഷേക് ശർമ്മയെ വിക്കറ്റ് എടുത്തത്, ഏറ്റവും നിർണായകമായത് ഏറ്റവും തകർത്തടിച്ചിരുന്ന ഹെൻറി ക്ലാസൻ, നമ്മുടെ സഞ്ജു സാംസണിന്റെ മികച്ച വിക്കറ്റ് കീപ്പിംഗ്. ഓഹ്, ഹെൻറി ക്ലാസൻ ഒരു ഒടക്കും ഉണ്ടായിരുന്നു സഞ്ജുവായിട്ട്. അത് എന്തിനാണെന്നൊരു പിടുത്തമല്ല. വിക്കറ്റ് പോയതിന്റെ ദേഷ്യമാണോ, ഇനി സഞ്ജു സെലിബ്രേറ്റ് ചെയ്തത് പിടിക്കാഞ്ഞിട്ടാണോ? സഞ്ജുവും അങ്ങോട്ട് ഒന്ന് ഒരസി. സാധാരണ സഞ്ജു അങ്ങനെ ഒന്നും അഗ്രസീവ് ആവാറില്ല, വിരാട് കോഹ്ലിയൊക്കെ പോലെ സഞ്ജു അഗ്രസീവ് ആവാറില്ല. പക്ഷേ ഹെൻറി ക്ലാസൻ ഇങ്ങോട്ട് വന്ന് കോർത്തപ്പോൾ സഞ്ജുവിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് അഗ്രസീവായി. പിന്നീട് അമ്പയറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എന്ത് പരിപാടിയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അയാൾക്ക് എന്താണ് വല്ല വട്ടാണോ എന്നുള്ള രീതിയിൽ അമ്പയറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ആ ഒരു സ്റ്റംപിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ജയിച്ചിരുന്നെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് വാഴ്ത്തിപ്പാടിയാണ്. ഇപ്പൊ തോറ്റു, കൂടുതൽ നമ്മൾ അതിൽ കിടന്ന് വിരകിയിട്ടൊന്നും കാര്യമില്ല. ഇഷാൻ കിഷന്റെ ഇന്നിങ്സ് ഒരു രക്ഷയുമില്ല. ഇഷാൻ കിഷന്റെ ആ ഒരു ഇന്നിങ്സ് ആണ് ശരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വിജയിപ്പിച്ചത്. അതായത് 1 ഡൗൺ ആയിട്ട് കയറി 47 പന്തിൽ 70 റൺസ്, 3 സിക്സറുകളും 7 ഫോറും, 148.9 സ്ട്രൈക്ക് റേറ്റിൽ ശരിക്കും മാച്ച് വിന്നിങ് ഇന്നിങ്സ് ആയിരുന്നു അത്. ആ ഒരൊറ്റ ഇന്നിങ്സ് കാരണമാണ് ശരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിച്ചത്. അവർ ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പാക്കി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും തോക്കാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും ഇൻ ദ സെൻസ് പഞ്ചാബും രാജസ്ഥാനും എല്ലാ കളിയും തോക്കണേ എന്ന് പറഞ്ഞിട്ട് വല്ല കൂടോത്രം ചെയ്യണം. എന്നാൽ പോലും ഇങ്ങനെയൊക്കെ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ബാക്കി എല്ലാ ഘടകങ്ങളും സി എസ് കെക്ക് അനുകൂലമായിരുന്നു ഇന്നത്തെ ദിവസം. ടോസ് വരെ കിട്ടി, ആലോചിച്ച് നോക്കി, ടോസ് വരെ കിട്ടി. ബോളിംഗ് എടുത്താൽ മതിയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. എന്തോ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ബാറ്റിംഗ് മതി, നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ കിടന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദ്. പക്ഷേ എന്താ ഉണ്ടാക്കിയത് എന്നിട്ട്? ഇങ്ങനെയൊന്നും പച്ചയ്ക്ക് പറയാൻ പാടില്ല. എന്നിരുന്നാൽ കൂടിയും ഋതുരാജിന്റെ എല്ലാ ഡിസിഷൻസും പാളിപ്പോകുന്ന തരത്തിലായിരുന്നു ഗെയിം പോയത്. ഇടയ്ക്കിടയ്ക്ക് ധോണിയെ കാണിക്കുന്നുണ്ടായിരുന്നു, ഒരു ഗ്ലാസിനപ്പുറത്ത് ധോണി ഒരു റൂമിൽ നിൽക്കുന്നതായിട്ട്. ഭയങ്കര വിഷമം തോന്നി. കാരണം ധോണിക്കൊരു നല്ല ഫെയർവെൽ ഡിസർവ് ചെയ്തിരുന്നു. കാരണം ധോണി ഉള്ളപ്പോഴൊന്നും നമ്മൾ പ്ലേ ഓഫ് ഒന്നും കടക്കാതിരുന്നിട്ടില്ല. ഏറ്റവും ഈസി ആയിട്ട് ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ, ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ടീമായിരുന്നു സി എസ് കെ. ആ സി എസ് കെ ആണ് ഇപ്പം ഇങ്ങനെ ആയത്. എന്തായാലും ഋതുരാജിന്റെ ക്യാപ്റ്റൻസി പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഋതുരാജ് ചിലപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുകയടക്കം ചെയ്തേക്കാം. ചിലപ്പോൾ ആ ഹർദിക് പാണ്ഡ്യ പോലും ഇങ്ങോട്ട് വരും തോന്നുന്നുണ്ട്. മുംബൈക്ക് വേണ്ട എന്തായാലും ഹർദിക് പാണ്ഡ്യയെ. പക്ഷെ ഹർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാനേ. ഇതിപ്പോൾ ഋതുരാജ് ആ ഓപ്പണിങ്ങിൽ കറക്റ്റ് ഒരു പവർ ഹിറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നല്ലോണം കാണുന്നുണ്ട്. കാരണം ഉർവിൽ പട്ടേലും സഞ്ജു സാംസണും ആണ് ഓപ്പണിംഗ് എങ്കിൽ കുറെ കൂടി റൺസ് നമുക്ക് അടിക്കാം. പിന്നീട് 1 ഡൗൺ വന്നിട്ട് നല്ലൊരു സ്റ്റേബിൾ ഇന്നിങ്സ് ഋതുരാജ് കളിച്ചാലും കുഴപ്പമില്ല. ആരാധകരടക്കം പറയുന്നുണ്ട് ആ മാറ്റം. പക്ഷെ ആര് വക വയ്ക്കാൻ? ഫ്ലെമിങ്ങിനൊക്കെ വല്ല വോയിസ് ഉണ്ടോ എന്നൊരു സംശയമാണ്. എന്തായാലും അക്കീൽ ഹുസൈനൊക്കെ കയറ്റിയത് നന്നായി. കഴിഞ്ഞ കളിയിലൊക്കെ പുറത്തിരുത്തിയതിനെ അനുഭവിച്ചതാണ്. എന്നിരുന്നാൽ കൂടിയും ഇത്തവണ സി എസ് കെക്ക് ഭാഗ്യമില്ല, പായ മടക്കിക്കോ, യോഗമില്ല അമ്മിണി എന്ന് പറയണ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. സഞ്ജു സാംസൺ കുറച്ചുകൂടി അടിച്ചിരുന്നെങ്കിൽ, ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ശരിക്കും സഞ്ജുവിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് വേണ്ട ഒരു മാച്ചായിരുന്നു ഇത്. 27 റൺസ് അടിച്ചു എന്നാൽ കൂടി അതൊന്നും ഒരു റണ്ണല്ല ഈ ഒരു കളിയെയും ചെന്നൈ എന്നുള്ള ടീമിനെയും വെച്ച് നോക്കുമ്പോൾ. കാരണം സഞ്ജു അല്ലാതെ മറ്റാരും അവർക്ക്. സഞ്ജു ഇങ്ങനെ സ്കോർ അടിച്ച എല്ലാ കളിയും, ഒരു കളി വെച്ച എല്ലാ കളിയും ചെന്നൈ തോറ്റിട്ടുണ്ട്. സഞ്ജു അടിച്ചാൽ ചെന്നൈ ജയിക്കും. അങ്ങനെ ഒരു 3-4 കളി സഞ്ജു ജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെന്നൈക്ക് ഇത്തവണ പ്ലേ ഓഫിലുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞു എന്ന് തന്നെയാണ്. പിന്നെ കണക്കുകൾ വെച്ച് അങ്ങനെ ചെയ്ത ഇങ്ങനെയാവും, ഇങ്ങനെ ചെയ്ത് അങ്ങനെ വരും എന്നൊക്കെ വിചാരിക്കാം എന്നല്ലാതെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ആസ് എ ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻ. സഞ്ജു വന്നതോടെ ചെന്നൈനോട് കൂടുതൽ സ്നേഹം തോന്നി. സഞ്ജു കപ്പടിപ്പിക്കും, വേൾഡ് കപ്പ് നമുക്ക് തന്ന പോലെ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ വലിയ ദുഃഖമുള്ള ഒരു ദിവസമാണെന്ന്. കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ ഇനി കൂടുതൽ കളിയുടെ അത് ഇത് എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകനാണോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ കമൻറ്റ് രേഖപ്പെടുത്താം. ചെന്നൈക്ക് എന്താണ് സംഭവിച്ചത്? SRHന്റെ വിജയശില്പികൾ ആരൊക്കെയാണ്? അത് ഡൗട്ടൊന്നും വേണ്ട, ഇഷാൻ കിഷനാണ്. എന്നിരുന്നാലും ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം. വീണ്ടും സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ, നിങ്ങളുമായി വീണ്ടും ഞാൻ ഓരോ സ്പോർട്സ് കണ്ടന്റുമായി സംവദിക്കാം. ഇത് വളരെ സാഡായിട്ടാണ് ഞാൻ ഈ കണ്ടന്റ് ചെയ്യുന്നത്, അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. എന്നാലും ആ കളിയെക്കുറിച്ച് ഇങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതലെല്ലാം പറഞ്ഞാൽ കൂടിപ്പോവും.
എന്തായാലും CSK ആരാധകരെ മൂഞ്ചിക്കുന്ന ഒരു സീസൺ ആയിരുന്നു. ധോണി ഇന്ന് കളിക്കും, നാളെ കളിക്കും, മറ്റന്നാൾ കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് വിറ്റിട്ട് ഇന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതായത് മാച്ച് കഴിയുമ്പോൾ പോകരുത്, കുറച്ച് നേരം കൊണ്ട് നിൽക്കണം, എന്താണ് ധോണി വിരമിക്കാൻ പോവാണെന്നൊക്കെ. ഇങ്ങനെ ഫാൻസിനെ മൂഞ്ചിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് ചെന്നൈ മാറുന്നതിലും നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരുമാതിരി കേരള ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ പോലെ ഒരുമാതിരി മറ്റോടത്തെ മാനേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നത്. എന്തായാലും മാനേജ്മെൻറ്റും കോച്ചിനും ക്യാപ്റ്റനും ഒക്കെ സ്ഥാനം തെറിക്കാൻ സമയമായി. മാനേജ്മെൻറ്റിനല്ല, കോച്ചിനും ക്യാപ്റ്റനും. അമ്മാതിരി ലെവലിലാണ് ചെന്നൈനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീണ്ടും നമുക്ക് കാണാം. നല്ല വിഷമമുണ്ട് ചെന്നൈ പോയതിൽ. വീണ്ടും കാണാം. ബൈ ബൈ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.